മേജർ രവിയെ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷനായി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നാമനിർദ്ദേശം ചെയ്തു. കണ്ണൂരിൽ നിന്നുള്ള നേതാവ് സി. രഘുനാഥിനെ ദേശീയ കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ചേരുന്നു. ശാലിനി, കഴിഞ്ഞ ദിവസമാണ് മേജർ രവി ബി.ജെ.പിയിൽ അംഗത്വം എടുത്തത്. മാത്രമല്ല, പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിച്ച സി. രഘുനാഥ്, കോൺഗ്രസ് നേതാവ്, അദ്ദേഹവും ബി.ജെ.പിയിൽ അംഗത്വം എടുത്തു. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയാണ് ഇരുവർക്കും അംഗത്വം നൽകിയത്. ഇപ്പോഴിതാ അവർക്ക് പ്രധാനപ്പെട്ട പദവികൾ നൽകിയിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? വലിയ രീതിയിലുള്ള മാറ്റത്തിന് കൂടിയാണ് ഇപ്പോൾ ബി.ജെ.പി. തുടക്കം ഉള്ളത്. മേജർ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷനായും ഔദ്യോഗിക പ്രഖ്യാപനം അല്ലെങ്കിൽ തീരുമാനമാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. സംവിധായകനും നടനുമായ ദിവസമാണ് ബി.ജെ.പി. ഉപാധ്യക്ഷയിൽ നിന്നും അംഗത്വം സ്വീകരിക്കുന്നതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് പുതിയൊരു പദവി കൂടി ബി.ജെ.പി. നേതൃത്വം നൽകുകയാണ്. സംസ്ഥാനത്തെ ഉപാധ്യക്ഷനായി കൂടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള സി. രഘുനാഥിനെയാണ് ഇപ്പോൾ ദേശീയ കൗൺസിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ പിണറായി വിജയന്റെ മത്സരിച്ച കോൺഗ്രസ് നേതാവാണ്. ഇപ്പോൾ ഡൽഹിയിലെത്തി ദേശീയ അധ്യക്ഷനിൽ നിന്ന് അംഗത്വം വരവ് പാർട്ടിക്ക് കൂടുതൽ കരുത്ത് പകരുന്നുണ്ട്. ഒപ്പം തന്നെ സൈനികർക്കുള്ള അംഗീകാരം കൂടിയാണ്. നന്ദി ശാലിനി. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷനായി മേജർ രവിയെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ബി.ജെ.പിയിൽ അംഗത്വമെടുത്ത മുൻ കോൺഗ്രസ് നേതാവ് രഘുനാഥിനെ ബി.ജെ.പി. ദേശീയ കൗൺസിലിൽ അംഗമാക്കിയിരിക്കുന്നു. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.